ശ്രീല മാം നമസ്കാരം. നമസ്തേ. ഇപ്പോ ഹിന്ദു സമൂഹം മുന്നോട്ട് വച്ചതിന് ഒരു വലിയ തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ശ്രീല മാമിൻ്റെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഗുരുവായൂരിൽ ഈ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. അതായത് ഈ വ്ളോഗേഴ്സും അല്ലെങ്കിൽ ഈ യൂട്യൂബർമാരും അല്ലെങ്കിൽ ചില ഷോ ഉടായിപ്പുകളും ഒക്കെ വന്ന് നടത്തുന്ന ഫോട്ടോഗ്രാഫുകൾ ഇനി വേണ്ട. മാത്രമല്ല നടപ്പന്തലിൽ കേക്ക് മുറിക്കണ്ട, വിവാഹ കാര്യങ്ങൾക്ക് മാത്രം വീഡിയോഗ്രാഫി ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. ഇത് ഈ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ഉടായിപ്പ് ഭക്തയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി അവർക്കല്ലേ നേരിടാൻ പോകുന്നത്? ധന്യ, അങ്ങനെ തന്നെയാണ്. കാരണം ഗുരുവായൂരപ്പനെ ഏറ്റവും കൂടുതൽ റീൽസുകളിലൂടെയും വിറ്റ് കാശാക്കിയത് യഥാർത്ഥത്തിൽ ഈ ഉടായിപ്പ് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഇവരാണ്. ഇവരെ ആദ്യഘട്ടത്തിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ചില കേസിന്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമായിരുന്നു. ആദ്യം ABC തന്നെയാണ് ഈ വാർത്ത ആദ്യം നൽകിയത്. അതിൽ ധനുഷാണ് അതിന്റെ FIR കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായി കാര്യം പറഞ്ഞത്. അപ്പോ ആ വാർത്ത വന്ന ശേഷം ധനുഷിനെ അടക്കം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഉന്നയിച്ച ഹരിത ലസിത എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ, ഇവരെ അടക്കമുള്ളവരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഈ ആക്രമണങ്ങളൊക്കെ നേരിടുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിഷയം. കാരണം പൊതുസമൂഹത്തിലേക്ക് എന്നെ പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ, ഞാൻ ഒരു ജേർണലിസ്റ്റ് ആണ്, ഇത്രയും വർഷം ജേർണലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോ കൃത്യമായ വിവരങ്ങൾ പഠിക്കണമെന്നും ഞാൻ പറയുന്ന ഒരു വാചകവും തെറ്റരുത് എന്നും എനിക്ക് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് വരെ ഞാൻ ഉന്നയിച്ച ഒരു കാരണത്തിൽ പോലും ഒരു കാര്യത്തിൽ പോലും വാക്ക് മാറ്റി പറയേണ്ടി വരികയോ അല്ലെങ്കിൽ അപ്പോളജി പറയേണ്ടി വരികയോ ചെയ്ത സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ തിരക്കിയ ശേഷം, അല്ലാതെ അത്രയും വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നും കൃത്യമായ ഡോക്യുമെന്റ്സ് സഹിതമാണ് രണ്ടാമത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലേക്ക് എത്തുന്നത്. അതിന് കാരണം ഈ ധനുഷും മറ്റുള്ളവരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ RSS സംഘടനകളുടെ ഉള്ളിൽ പോലും അത്തരത്തിലുള്ള ഹൈന്ദവ സമൂഹങ്ങളുടെ ഇടയിൽ പോലും രണ്ട് തരത്തിലുള്ള അഭിപ്രായം രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ പഠിക്കുകയും എന്താണ് ഇതിന്റെ പിന്നിലെ പ്രശ്നം എന്ന് അന്വേഷിക്കുകയും ചെയ്തത്. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ സ്ത്രീ വലിയ രീതിയിൽ ഫ്രോണത്തരം കാണിച്ചുകൊണ്ട് സമൂഹത്തിൽ വരുന്ന ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് പിന്നാലെ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും അവർ ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗുരുവായൂരിൽ എത്തിയ ശേഷം വലിയ രീതിയിൽ അവരുടെ പിറന്നാളിന്റെ കേക്ക് മുറിക്കുന്നു. അതായത് ഒരുമാതിരി കട്ടിക്കൂട്ടലുകൾ, ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഹൈന്ദവ സമൂഹത്തിനെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ എന്ത് ചെയ്താലും എന്റെ കൂടെ ആളുണ്ടാവും എന്ന അവരുടെ ആ ധാരണയായിരുന്നു അവർ അത്തരത്തിൽ കേക്ക് മുറിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായത്. അവർ അവരുടെ പിറന്നാളിന് അവിടെ വന്ന് കേക്ക് മുറിക്കുകയും ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് ബഹളം വെക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവർ വീണ്ടും പിന്നെയും പ്രശ്നമുണ്ടായി. കേക്ക് മുറിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോഴും അവർ പിന്നീടും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം അവിടേക്ക് എത്തിച്ചേരുകയും ഒരു പടം വരച്ചുകൊണ്ട്, ആ പടം വരച്ചതൊക്കെ ഭയങ്കര രസകരമാണ്. ആ പടം ഇവർ ഇന്ന് വരെ കൊടുത്തിട്ടുള്ള എല്ലാ പടങ്ങളും ആരെയെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. പക്ഷെ സ്പോൺസർ ചെയ്ത് 20,000, 50,000, 70,000, 80,000 രൂപയ്ക്ക് വിൽക്കുന്ന ഈ പടങ്ങൾ നടയിലെത്തിക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഇവരാണ്. ഈ പടം ഇവർ നടയിലെത്തിക്കുന്നു. നടയിലെത്തിച്ച ശേഷം ഇവർ വലിയ ആളായിട്ട് ഇവർ വരച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കൊടുത്ത ചിത്രവും ഓച്ചിറയുള്ള ഒരു കുട്ടിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടാണ്. ആ ചിത്രവും അവിടെ കൊണ്ടുവന്നത് വളരെ കൃത്യമായി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 75,000 രൂപയോ മറ്റോ വാങ്ങിച്ചുകൊണ്ടാണ് ആ ചിത്രം ആ നടക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ പ്രാവശ്യം എത്തുമ്പോൾ അവർ കുറെ സ്ത്രീകളെയൊക്കെ കൂട്ടി വന്നു. അവിടെ വന്ന് ഈ കേക്ക് മുറിക്ക് പിന്നാലെ അവർ ഒരു വലിയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം അവിടെ നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഹൈന്ദവ സമൂഹത്തെ ആദ്യഘട്ടത്തിൽ ഇവർക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും മറികടക്കാൻ വേണ്ടി ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിക്കാനും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തെ ഒന്നും ചെയ്യില്ല, തനിക്കൊന്നും ചെയ്യില്ല, തനിക്ക് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്നൊരു ധാരണയിൽ അവർ അവിടെ വന്ന ഒരു കൃഷ്ണഭക്തയോട് അവരവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ആ ദിവസത്തെ പരിപാടികൾ കാണാനായി വന്നൊരു സ്ത്രീയാണ്. ഈ വിഷയം ഞാൻ ആദ്യം ഉന്നയിക്കുമ്പോൾ അവർ പറഞ്ഞത്, മറ്റുള്ള ചില ആൾക്കാരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, കണ്ടില്ലേ അവരൊരു നരേന്ദ്രമോദിക്കെതിരെ വാർത്ത ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ഭക്തരുടെ കാര്യത്തിൽ നരേന്ദ്രമോദി കുറ്റം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർ ഭക്തരാകുന്നില്ല എന്നില്ല.
കാരണം ഹൈന്ദവ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ടാകാം. പക്ഷെ അവരൊക്കെ ഭക്തരാണ്, ചിലരെങ്കിലും ഭക്തരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് ക്ഷേത്രത്തിൽ വരാനുള്ള അവകാശമുണ്ട്. അവരുടെ അവകാശത്തെ കടന്നെടുത്തുകൊണ്ട് അവർ ഇവിടെ കടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹം കാണുകയുണ്ടായി. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിനു മുമ്പ് തന്നെ, അതായത് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം ഈ സ്ത്രീയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയാണ്. ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ കേസുകൾ ആർക്കൊക്കെ എതിരെ കൊടുക്കാമെന്ന് വളരെ കൃത്യമായി റിസർച്ച് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അത് ഞാൻ പറയുന്നില്ലേ, 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീ മാത്രം ചെയ്യുന്നതാണ് ഇതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത്തരത്തിൽ നിരവധി കേസുകൾ കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ എന്തായാലും ഗുരുവായൂരിലെത്തി ഇത്തരത്തിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാക്കും എന്ന് എനിക്കൊരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് തന്നെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും അതിനു മുമ്പ് തന്നെ DGPക്ക് പരാതി നൽകുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ DGPക്ക് കൊടുത്ത പരാതിയൊന്നും ഇന്ന് വരെ അനങ്ങിയിട്ടില്ല. അപ്പൊ എത്രമാത്രം ആരാണ് ഇവരുടെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായി ഗൗരവകരമായി ആലോചിക്കേണ്ടതാണ്. DGPക്ക് കൊടുത്ത പരാതിയിൽ 5ഓ 6ഓ പരാതി, എനിക്ക് 6അല്ല 12ഓളം പരാതികൾ ഇത്തരത്തിൽ DGPക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഒരു പരാതി ഞാൻ കൊടുത്തു, അതിനുശേഷം ഈ ക്ഷേത്രത്തിലെത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നത് അടിസ്ഥാനമാക്കിയും ഒരു പരാതി കൊടുത്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണരാജ് വക്കീൽ ആ സമയത്ത് ഇടപെടുകയും കോടതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിഷയങ്ങൾ കേട്ടപ്പോൾ തന്നെ അത് മാത്രമല്ല, കോടതി ഇത് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് കോടതിയിൽ വരുമ്പോൾ തന്നെ വിവരങ്ങൾ കൃത്യമായി ജഡ്ജ് വിവരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജഡ്ജ് ഇത് കൃത്യമായി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കൊടുത്ത വീഡിയോകൾ അടക്കമുള്ള എല്ലാ വിവരവും പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂരിൽ വീഡിയോഗ്രഫിക്കുള്ള സ്ഥലമല്ല, ഗുരുവായൂരിൽ നടപ്പന്തൽ ഇനി മുതൽ വീഡിയോഗ്രഫി, റീൽസ് അങ്ങനത്തെ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയുകയും ഹൈന്ദവ ആചാരപ്രകാരം ക്ഷേത്രങ്ങൾ അടയ്ക്കുന്നത് അത്താഴപൂജ കഴിഞ്ഞിട്ടാണ്. അടുത്ത ദിവസം രാവിലെ തിരുമേനി വന്ന ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ മണി അടിച്ചുകൊണ്ടാണ് നട തുറക്കുന്നത്. അതായത് ദൈവത്തെ ഉണർത്തുന്നു എന്നാണ് സങ്കല്പം, പള്ളി ഉണർത്തൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ പോലും ലംഘിക്കാനുള്ള രീതിയിൽ ഈ സ്ത്രീ അവിടെ വന്ന് കിടന്ന് അലറി വിളിക്കുകയും ഇവിടെ ആർക്കും എന്തും ചെയ്യാമെന്നൊരു സന്ദേശം 1 മണിക്കുമൊക്കെ ഈ സ്ത്രീ അമ്പലത്തിന്റെ നടയിൽ നടന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ കണ്ണ 12 മണിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ സ്ത്രീയുടെ പിന്നിൽ കൃത്യമായ ആൾക്കാരുണ്ട് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോ ഒന്നുമായിട്ടില്ല. ഈ കേസിൽ ഇപ്പോ ഒരു ഇടക്കാല ഓർഡറാണ് വന്നിട്ടുള്ളത്. അവരോട് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം അവർക്ക് കോടതിയിൽ അഭിഭാഷകൻ ഹാജരാകുമായിരിക്കും, കാരണം റെപ്രസെന്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഈ കാര്യത്തിൽ വ്യക്തമായിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നുള്ളൂ. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സാന്നിധ്യം ഇവർക്കൊപ്പമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ശ്രീലാമയം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഹിന്ദു ആചാരപ്രകാരം ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മാസമുറ, ആ ദിവസങ്ങളിലൊന്നും നമുക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നവരുമുണ്ട്, അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് അത്തരത്തിൽ ആ ദിവസങ്ങളിലൊന്നും അവർ അമ്പലങ്ങളിൽ പോകാറില്ല. പക്ഷേ ഇവർ ഒരു ഹിന്ദു സ്ത്രീയല്ല, ഒരു മുസ്ലിം സ്ത്രീയാണ്. ഇവർക്ക് അത്തരത്തിൽ പള്ളിയിൽ പോകാമോ എനിക്ക് അറിയില്ല. അപ്പോൾ ഇത്തരം മാസമുറകൾ അല്ലെങ്കിൽ ആർത്തവമുള്ള സമയത്ത് ഈ അമ്പലത്തിൽ വരുമ്പോൾ അവിടത്തെ അശുദ്ധി നഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ ഏറ്റവും പേഴ്സണലായ കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കതിൽ വിശ്വാസിയായ ഒരാൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ കയറുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇത്തരം ദിവസങ്ങളിൽ കയറരുത് എന്ന് അറിയുള്ളൂ. ഇവരൊരിക്കലും ഒരു സ്ഥലത്തും ഇവർ പറഞ്ഞിട്ടില്ല ഇവർ വിശ്വാസിയാണെന്ന്, ഇവർ ഹൈന്ദവ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ ഇപ്പൊ പുതിയൊരു തന്ത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു സിന്ദൂരം നെറ്റിക്ക് തുടർന്ന ഒരു വീഡിയോയുമായി കഴിഞ്ഞ ദിവസം അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും കാലം ആ ക്ഷേത്രനടയിൽ പോയിട്ട് പേരിനെങ്കിലും ഒരു കൈകൂപ്പ പോലും ചെയ്യാത്ത സ്ത്രീയാണ് പുതിയ തന്ത്രവുമായി ഇന്നലെ ഇറങ്ങിയത്. അതായത് ഇവരുടെ പിന്നിൽ കറക്റ്റായിട്ട് വളരെ കൃത്യമായി തന്നെ ഇവരുടെ പിന്നിൽ ആളുണ്ട് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോ ഒരു കോടതിയിൽ കേസ് നടക്കുന്നു, കോടതി വിളിപ്പിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ അവർ നടത്തിയത്. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ കൃത്യതയുണ്ട്. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീക്ക് ആരാണ് സഹായം ചെയ്തു കൊടുക്കുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ, പല വിവരങ്ങളും എന്റെ കയ്യിലുണ്ട്. ആ വിവരങ്ങൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചോ ചിലർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അടക്കം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അത് അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അതൊരു സംശയമല്ല.
അതെ, വളരെ കൃത്യമായി തന്നെ ഞാൻ പറയുകയാണ്. ഇത്തരത്തിലുള്ള പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ ഇവർക്ക് പിറകിൽ സഹായവുമായി ഉണ്ട്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, ഞാൻ ചോദിക്കട്ടെ ധന്യ, വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീക്ക് 18ഓളം കേസുകൾ നടത്തുക, അതിനുശേഷം ഇവിടെ ഈ ശബരിമല അടക്കം നമ്മൾ കണ്ടതാണല്ലോ. ശബരിമലയിൽ ഇതുപോലെ ആയിരുന്നല്ലോ, ആചാര ലംഘനത്തിനായിരുന്നല്ലോ ശബരിമലയിലും ശ്രമം നടത്തിയത്. അതേ ആചാര ലംഘനം ശബരിമലയിൽ നടക്കില്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഗുരുവായൂരിലേക്ക് എത്തിയത്. ഇത് ഗുരുവായൂരിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരു കാരണവശാലും ഇത് ആചാര ലംഘനത്തിന് ഉള്ള ശ്രമം അല്ല എന്ന് പറയാൻ കഴിയില്ല. ആചാര ലംഘനത്തിലുള്ള ശ്രമം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹൈ സെക്യൂരിറ്റി സോണിലുള്ള ഒരു ക്ഷേത്രമല്ലേ ഗുരുവായൂർ ക്ഷേത്രം? ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്ത് വന്നിരുന്ന വീഡിയോ എടുത്തുകൊണ്ട് ആർക്കാണ് ഇവർ സന്ദേശം കൊടുക്കുന്നത്? ഇവർ ഗുരുവായൂർ ഭക്തയാണെന്ന് പറഞ്ഞിട്ട് ബിസിനസ്, ശരി ബിസിനസ് ആണെന്നിരിക്കട്ടെ, ബിസിനസ് ഒരു കോണിലൂടെ അവർ നടത്തുന്നു. പക്ഷെ അവർക്ക് ആ കൽവിളക്കിന്റെ അടുത്ത്, ഗുരുവായൂരിൽ കൽവിളക്കാണ്, കൊടിമരം അകത്താണ്. അപ്പൊ ഈ ഗുരുവായൂരിലെ കൽവിളക്കിന്റെ അടുത്ത് വരെ എത്തിക്കൊണ്ട് അവർ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത്? ഇപ്രാവശ്യം അവർ ഈ പടം കൊടുത്തു കഴിഞ്ഞിട്ട്, ഇവർ കൃഷ്ണന്റെ ചിത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ചിത്രം അകത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്ന, ശ്രീകോവിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകുന്ന പടത്തിൽ വിഷ്വൽ വരെ പകർത്തിയിട്ടുണ്ട്. ആരാണ് ഇവർക്ക് ഇതിനുള്ള അനുവാദം കൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതല്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സെക്യൂരിറ്റികൾ നമ്മളോട് പെരുമാറാറുള്ളത്? ഈ സെക്യൂരിറ്റികൾ അടക്കമുള്ളവർ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഈ സെക്യൂരിറ്റികളുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കമുള്ളവർ പരിശോധിക്കണം. ഈ സെക്യൂരിറ്റികൾ ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്ര പ്രാഗൽഭ്യം കൊടുക്കുന്നത്? ഇവരവിടെ ചെല്ലുമ്പോൾ ആരാണ് ഇവർക്ക് ഇത്രയധികം സഹായങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നത്? കേരളത്തിലെ പോലീസിന് DGPക്ക് ഒരു പരാതി നൽകിയിട്ട്, DGPക്ക് ഇപ്പൊ സമയം കാണില്ല, കാരണം DGPയും പോലീസുകാരും എന്താണ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അൻവർ ഇപ്പൊ പുറത്തു പറയുന്നുണ്ട്. DGPക്ക് ഒരു പരാതി കൊടുത്തിട്ട് അത് തൃശ്ശൂരിലെ പോലീസ് SP-ക്ക് കൈമാറിയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു അന്വേഷണം പോലും ഒന്ന് വിളിച്ച് ചോദിക്കാൻ, ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയാണ്, എന്റെ ഗൗരവത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നത്, ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ ഒരു കോൾ വിളിച്ച് എന്താണ് നിങ്ങളുടെ വിഷയമെന്ന് ചോദിക്കാൻ കഴിയാത്ത ഒരു DGP, ആ DGP കൊടുത്ത പരാതിക്ക്, DGPക്ക് നൽകിയ പരാതിക്ക് എന്ത് വിലയാണ് കേരളത്തിലെ പോലീസിനുള്ളത്? എന്താണ് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്ന് ആ പ്രിയ എന്ന് പറയുന്ന സ്ത്രീ, അവരാരും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് ചിലപ്പോഴൊക്കെ അവര് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, അവരെ പ്രശ്നം ഉണ്ടാക്കുക, അത് ആരും ആയിക്കോട്ടെ, അതെന്റെ വിഷയമല്ല. പക്ഷെ ആ സ്ത്രീ അന്ന് കാണിച്ച സംയമനം, അവരൊരു ഭക്തയാണെന്നേ. ആ ഭക്തി ആയതുകൊണ്ടാണ് ക്ഷേത്രനടയിൽ അവർ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. അവർ കൂടി 4-5 പേരെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ഒരു ആളുമുണ്ട്, ഒരു അരുൺ ബഷീർ. ഈ അരുൺ ബഷീറും കൂടി കാണിച്ച കോപ്രായം, അതുപോലെ തന്നെ വേറൊരു സ്ത്രീ, അരുൺ ബഷീറിന്റെ അമ്മ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ അവിടെ കിടന്ന് കാണിച്ച കോപ്രായം, ഇവളൊരു സെലിബ്രിറ്റിയാണ്, ഇവളെ പറയുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ത് സെലിബ്രിറ്റി? ഗുരുവായൂർ അമ്പലനടയിൽ പ്രാധാന്യം ഡയറ്റിക്കാണ്, ഗുരുവായൂരപ്പനാണ്. അവിടെ ഒരു സെലിബ്രിറ്റിക്ക് പ്രാധാന്യമില്ല. ഒരു ക്ഷേത്രത്തിൽ ഡയറ്റിക്ക് ഇല്ലാത്ത ഒരു പ്രാധാന്യവും അവിടെ എത്തുന്ന VIP-ക്ക് ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അത് തന്നെ കോടതിയും ചോദിച്ചിട്ടുണ്ട്, ഡയറ്റിക്ക് ഇല്ലാത്ത എന്ത് പ്രാധാന്യമാണ് ഇവിടെ സെലിബ്രിറ്റിക്കുള്ളതെന്ന്. അതുകൊണ്ട് ആ ക്ഷേത്ര നടയിൽ കിടന്ന് അത്രയും ബഹളം ഉണ്ടാക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്ത ശേഷം അവർ പറയുന്നത് അത് ഞാൻ മുട്ട ചേർത്ത കേക്കല്ല മുറിച്ചതെന്ന്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? മുട്ട ചേർത്ത ഇനി മുട്ട ചേർത്ത കേക്ക് അല്ലാതായിക്കോട്ടെങ്കിലും ക്ഷേത്ര നടയിൽ കേക്ക് മുറിച്ചവർക്കുണ്ടോ? അവർ അവരുടെ പള്ളിയിൽ സ്ത്രീകളെ കയറ്റില്ലല്ലോ, മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ കയറ്റുമോ? ഇല്ലല്ലോ. അവർ കണ്ടിട്ടുണ്ടോ? എന്താണ് അവർ കേക്ക് മുറിക്കാഞ്ഞത്? അപ്പൊ അവർക്ക് കൃത്യമായി അവരുടെ ആചാരങ്ങൾ, അവർ 24 മണിക്കൂറും തലയിൽ തട്ടം വലിച്ചിട്ട് നടക്കുന്ന കാണില്ലേ? അവർക്ക് അവരുടെ വിശ്വാസത്തെ അവർക്ക് കൃത്യമായി കൊണ്ടുപോകാൻ അറിയുന്നുണ്ട്. കണ്ണുകൂടിയാണ് വീഡിയോ പുറത്തു ചിത്രം വരച്ച്, കൃഷ്ണ ചിത്രം വരച്ച് ആ ചിത്രം സെയിൽ ചെയ്യാനുള്ളവരുടെ മാർഗം മാത്രമാണ്. ഞാൻ ഒരാൾ വന്ന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല, കൃഷ്ണനോടൊപ്പമായിരിക്കും ഇത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ. അപ്പൊ അവർക്ക് നിസ്കരിക്കാൻ അറിയാം, വളരെ കൃത്യമായി അവരുടെ ആചാരങ്ങൾ അവർക്ക് നോക്കി നടത്താൻ അറിയാം. ആ ആചാരങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാൻ അവർക്ക് കൃത്യമായ ശ്രദ്ധയുണ്ട്. ഒരിക്കലും അവർ ആ ആചാരത്തെ തള്ളിപ്പറയുന്നില്ല. തള്ളിപ്പറയണമെന്ന് ഞാൻ പറയത്തില്ല. അവനവന്റെ ആചാരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒന്നും ഈ ലോകത്ത് അങ്ങനെ വരുന്നവർ ഫ്രോഡുകളാണെന്ന് ഞാൻ പറയും. എന്തെങ്കിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. നമുക്ക് ചിലപ്പോ നമ്മുടെ മൈൻഡ് മാറുന്നതനുസരിച്ച് ചില ആചാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബേസിക്കലി അവരെന്താണ് ചെയ്യുന്നത്? അവിടെ നിന്നുകൊണ്ട് അവരുടെ ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി നശിപ്പിക്കാൻ അവിടേക്ക് എത്തുന്നു. ഈ സ്ത്രീ കൃത്യമായി വൃത്തിയോടുകൂടിയാണോ വരുന്നതെന്ന് നമുക്കറിയില്ല. എങ്ങനെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും? അതിനുള്ള മെഷീനൊന്നും അവിടെ വെച്ചിട്ടില്ലല്ലോ, അത്തരത്തിലുള്ള മെഷീനുകളൊന്നും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ അവിടേക്ക് എത്തുന്നത് കൃത്യമായി വൃത്തിയോടുകൂടിയാണോ അവർ ഈ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്? നമ്മളൊക്കെ എത്ര വൃത്തിയായും എത്ര വളരെ, ഞാൻ വെജിറ്റേറിയൻ ആണ്, സാധാരണഗതിയിൽ ഈ മീനൊക്കെ കഴിക്കുന്നവർ എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത്? അപ്പോ ഇവർ പറയുന്ന മുട്ടയായിട്ടല്ല ഞാൻ വന്നത്. കഴിഞ്ഞു പോയൊരു കാര്യത്തെ എങ്ങനെയാണ് അവർ മുട്ട ചേർത്ത കേക്കല്ല കൊണ്ടിരുന്നത് അവർ പറയുന്നത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ ഇപ്പോൾ അടർന്നു വീണിട്ടുള്ളൂ. അവർ കോടതിയിലേക്ക് വരാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവരുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി കൊടുത്ത പലരും
ഇവർക്കെതിരെ മലീഷ്യസ് പ്രോസിക്യൂഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ കേസുമായി വരാനുള്ള സാധ്യതയുണ്ട്. പലർക്കും ധൈര്യം കിട്ടിയത് ഇത് തുറന്നു പറയാൻ. ഇവർ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കൊക്കെ എത്തി. ഇന്നലെ പ്രധാനമന്ത്രിക്ക് ഹാപ്പി ബർത്ത്ഡേ നടന്നിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ അടുത്തേക്കൊക്കെ എത്തിയ ചിത്രം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ തട്ടിപ്പുകാരിയാണെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഞാനൊരു പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഈ ചിത്രം വെച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ അടുത്ത കാലങ്ങളിലെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ എത്തിയില്ലെന്ന്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് എത്താൻ കഴിയും. പ്രധാനമന്ത്രിയെ കാണണം എന്ന് വിചാരിച്ചാൽ എനിക്ക് എത്താൻ കഴിയുന്ന സംവിധാനമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള കുശുമ്പോ ഉന്നായ്മയോ കുത്തിത്തിരിപ്പോ ആണെന്നൊക്കെ വാദിച്ചിരുന്നവർക്ക് കിട്ടിയ അവരുടെ മുഖത്തേറ്റ തിരിച്ചടി കൂടിയാണ്. ആ ഹരിതയും ലസിതയും അടക്കമുള്ള പെൺകുട്ടികളെ ആക്ഷേപിച്ചത് അങ്ങനെയാണ്. ഇവർ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തി, അതുകൊണ്ടാണ് ഇവർക്കൊക്കെ കുശുമ്പാണ് കുന്നായ്മയാണെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഇത് വാദിച്ചത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ അവസാന ശ്രമം അങ്ങേയറ്റം എവിടെ വരെ പോകാമോ അത്രയും ഇവരുടെ തട്ടിപ്പുകൾ പൊതുജന സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. കാരണം അത്രയേറെ തട്ടിപ്പുകൾ നടത്തി അത്രയേറെ തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ശ്രമത്തിൽ നിന്നും ഒരു ചവിട്ടടി പോലും പിന്നോക്കം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.